മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डाग्निनी निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. മായയുടെ ശക്തിയെക്കുറിച്ച് സുരഥന് പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷി. ഇനി രാജാവ് അപ്പം ചോദിക്കുകയാണ്, അതായത് ഇങ്ങനെ ഈ മായ ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് മഹർഷിയോട് ചോദിക്കുന്നു. രാജോവാച ഭഗവൻ കാഹി സാ ദേവി മഹാമായേതി കാം ഭവൻ ബ്രവീതി കഥമുൽപ്പന്ന സാ കർമ്മസ്യാശ്ച കിം ദ്വിജ. ഭഗവൻ എന്നാണ് മഹർഷിയെ വിളിക്കുകയാണ്, സംബോധനയാണ്. ഭഗവൻ കാഹി സാ ദേവി, ആ ദേവി ആരാണ്? ആരാണ്? കാഹി ആരായിരിക്കാം ആ ദേവി എന്നുള്ളതാണ്. സാ ദേവി, ആ ദേവി. ആ ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? മഹാമായേതി കാം ഭവാൻ, കാം ആരെയാണോ, കാ എന്നുള്ളതിൻ്റെ ദ്വിതീയാണ് കാം എന്ന്. കാം ഏത് ദേവിയെയാണോ ഭവാൻ അങ്ങ് മഹാമായ ഇതി ബ്രവീതി. മഹാമായ ഇതി, മഹാമായ എന്നിങ്ങനെ പറഞ്ഞല്ലോ കുറേ, അതാരാണ് എന്ന് ചോദിക്കുകയാണ്. മഹാമായേതി കാം ഭവാൻ ബ്രവീതി. അങ്ങ് പറയണു, അങ്ങ് മഹാമായയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു. ആ മഹാമായ എന്ന് പറയണത് ആരാണ് ചോദിക്കുകയാണ്. കഥം ഉൽപ്പന്ന, എങ്ങനെയാണ് ആ മഹാമായ ഉണ്ടായത്? കഥം ഉൽപ്പന്ന, എങ്ങനെയാണ് ആ മഹാമായ ഉണ്ടായത്? കർമ്മസ്യാശ്ച കിം ദ്വിജ, ആ മഹാമായയുടെ കർമ്മം എന്താണ്? എന്താണ് ആ മഹാമായ ചെയ്യണത്? ആരാണ് ഈ മഹാമായ? എപ്പോഴാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് അവളുടെ പ്രവൃത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. ദ്വിജ എന്ന് സംബോധനയാണ്. ദ്വിജനെ ബ്രാഹ്മണ. മഹാമായ എന്ന് പറയുന്നത് ആരാണ്? എപ്പോഴാണ് അവിടെ ഉണ്ടായത്? എന്താണ് മഹാമായയുടെ പ്രവൃത്തി എന്താണ് എന്നൊക്കെ ചോദിച്ചു. യത് പ്രഭാവാച സാ ദേവി യത് സ്വരൂപാ യദുദ്ഭവാ തത്സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദം വരാ. യത് പ്രഭാവാച സാ ദേവി, ആ ദേവിയുടെ പ്രഭാവം എന്താണ്? യത് പ്രഭാവ, യാതൊന്നാണ് ആ ദേവിയുടെ ശക്തികൾ എന്തൊക്കെയാണ് എന്നാണ്. യത് സ്വരൂപ, ആ ദേവിയുടെ സ്വരൂപം എന്താണ്? യത് സ്വരൂപ യത് ഉത്ഭവ, എങ്ങനെയാണ് ഉണ്ടായത്? ആ ഉണ്ടാവാൻ എന്താണ് കാരണം? യാതൊന്നിൽ നിന്നാണ് അവൾ ജനിച്ചത്? യത് ഉത്ഭവ, എവിടെ നിന്നാണ് ഉണ്ടായത് ആ മഹാമായ? തത്സർവം ശ്രോതും ഇച്ഛാമി, തത്സർവം അത് മുഴുവനും ശ്രോതും ഇച്ഛാമി കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രോതും കേൾക്കുവാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എവിടെ ഉണ്ടായി? എപ്പോഴാ? എന്താണ് അവളുടെ പ്രഭാവം? എങ്ങനെയാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് പ്രവൃത്തി? ശക്തി എന്തൊക്കെയാണ്? അവളുടെ സ്വരൂപം എന്താണ്? എവിടുന്നാണ് ഉണ്ടായത് എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ശ്രോതുമിച്ഛാമി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ത്വത്തഃ ബ്രഹ്മവിദം വര, ത്വത്തഃ അങ്ങയിൽ നിന്ന്, ത്വത്തഃ അങ്ങയിൽ നിന്ന്, ബ്രഹ്മവിദാം വരാന്ന് സംബോധന. ബ്രഹ്മവിത്തുക്കളുടെ, ബ്രഹ്മജ്ഞാനികളുടെ ശ്രേഷ്ഠനായിട്ടുള്ള, ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ മഹർഷേ, അങ്ങയിൽ നിന്ന് ഞാൻ ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മഹാമായയാണ് ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞു. അപ്പം ആ മഹാമായ എങ്ങനെയുണ്ടായതെന്നും ആ മഹാമായയുടെ സ്വരൂപം എന്താണെന്നും ഒക്കെ, എവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മഹർഷി മറുപടി പറയാണ്. നിത്യൈവ സാ ജഗന്മൂർത്തി തയാ സർവമിതം തതം തഥാപി തത്സമുൽപ്പത്തിർ ബഹുധാ ശ്രൂയതാം മമ. മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. നിത്യൈവ സാ ജഗന്മൂർത്തി, സാ ജഗന്മൂർത്തി, ആ ജഗത്തിൻ്റെ മുഴുവൻ മൂർത്തിയായ ജഗത് സ്വരൂപമാണ് എന്നുള്ളതാണ്. വേറെ എന്താണ് മൂർത്തി? എങ്ങനെയുണ്ട് കിം രൂപ എന്നൊക്കെ ചോദിച്ചു അല്ലേ? എന്താണ് ആ ദേവിയുടെ രൂപം എന്താണ് എന്ന് ചോദിച്ചു. അവിടെ യത് സ്വരൂപ, യാതൊരു സ്വരൂപത്തോടു കൂടിയതാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് മറുപടി
ആ ജഗത്ത് തന്നെയാണ് സ്വരൂപം, ഈ പ്രപഞ്ചം തന്നെയാണ് ആ ദേവിയുടെ സ്വരൂപം, ഈ പ്രപഞ്ചം തന്നെയാണ് എന്നുള്ളതാണ്. നിത്യൈവ സാ, അത് നിത്യയാണ്, അതിന് ഉൽപ്പത്തിയൊന്നുമില്ല, എവിടെയും ഉൽപ്പന്നമായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ജനിച്ചിട്ടൊന്നുമില്ല, അനാദികാലം മുതലേ ഉള്ളതാണ് ആ മായ എന്നുള്ളതാണ്, നാശമില്ല. അപ്പം അങ്ങനെയുള്ളതാണ്, നിത്യയാണ് ആ മായ എന്നുള്ളതാണ്. നിത്യൈവ സാ ജഗന്മൂർത്തി, ജഗത്താകുന്ന മൂർത്തിയോട് സ്വരൂപത്തോടു കൂടിയവളാണ്. തയാ സർവമിതം തതം, തയാ ആ മൂർത്തിയാൽ, ആ മായയാൽ സർവമിതം തതം, ഇത് മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ആ ദേവി എന്നുള്ളതാണ്. സർവമിതം തതം, തതം എന്ന് വെച്ചാൽ വ്യാപിച്ചു കിടക്കണു എന്നുള്ളതാണ്. തയാ ആ മൂർത്തിയാൽ, ആ ദേവിയാൽ സർവമിതം, ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപ്തമായിട്ടുണ്ട്, വ്യാപിച്ചു കിടക്കുന്നവളാണ് ആ മായാദേവി. ഇനി തഥാപി, അങ്ങനെയാണെങ്കിലും ആ ദേവി നിത്യയാണ്, ജനനമില്ല, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവളാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും, തഥാപി തത് സമുൽപ്പത്തിർ ബഹുധാ ശൂയതാം മമ, സമുൽപ്പത്തി ആ ഉത്ഭവം, മായയുടെ ഉത്ഭവം പലതരത്തിലുണ്ട്, പലതരത്തിലും മായ ഉത്ഭവിക്കണതായിട്ട് പറയുന്നുണ്ട്. അതായത് ഓരോരോ വേഷം ധരിക്കുകയാണേ, അതിനെയൊക്കെ ഉൽപ്പത്തി ഉൽപ്പത്തി എന്ന് പറയുകയാണ്. മായ പലതരത്തിൽ ഉത്ഭവിക്കുന്നുണ്ട്, ബഹുധാ പല വിധത്തിലും മായ ഉത്ഭവിക്കുന്നുണ്ട് എന്നാണ്. തഥാപി തത് സമുൽപ്പത്തിർ ബഹുധാ, പലതരത്തിലും ഉണ്ട് ആ മായയുടെ ഉൽപ്പത്തി. ശൂയതാം മമ, ഞാൻ പറയാം കേട്ടോളൂ. ശൂയതാം മമ, എന്നിൽ നിന്നതൊക്കെ കേട്ടോളൂ, എൻ്റേതായിട്ട് ഞാൻ പറയുന്നതായിട്ട് അതൊക്കെ കേട്ടോളൂ എന്ന് പറയാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്. ദേവാനാം കാര്യസിദ്ധ്യർത്ഥമാവിർഭവതി സാ യഥാ ഉൽപ്പന്നേചി തദാലോകേ സാ നിത്യാപ്യഭിധീയതേ. ആദ്യം നിത്യയാണെന്ന് പറഞ്ഞുല്ലോ, ശരിയാണ്, നിത്യയാണ്. പിന്നെ എങ്ങനെ പലതരത്തിൽ ഉൽപ്പത്തി ഉണ്ടായി എന്ന് പറയണത്? രണ്ടും കൂടി ശരിയാവണില്ലല്ലോ എന്ന് വെച്ചാൽ അത് ശരിയാവും. എന്താണെന്ന് വെച്ചാൽ ഈ ഉൽപ്പന്ന എന്ന് പറയണത് അത് ശരിക്കും പുതിയതായിട്ടുണ്ടാവുന്നതല്ല. ഉൽപ്പന്ന എന്ന് പറയണത് അത് മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് ഒരു രൂപം ധരിക്കണു എന്നുള്ളതേ ഉള്ളൂ. പുതിയൊരു രൂപം ധരിക്കുമ്പോൾ മായ ജനിച്ചു എന്ന് പറയുകയാണ് ആൾക്കാർ, അത്രയേ ഉള്ളൂ എന്നാണ്. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം, എന്തിനു വേണ്ടിയിട്ടാണ്? ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട്. ദേവന്മാരുടെ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാൻ, അവർക്ക് വയ്യാണ്ട് ആവുമ്പോൾ അതിനൊക്കെ സഹായമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ദേവാനാം കാര്യസിദ്ധ്യർത്ഥം, അവരുടെ കാര്യങ്ങളൊക്കെ സിദ്ധിക്കുന്നതിന് വേണ്ടി, ആവിർഭവതി സായത, ആ മായ എപ്പോഴാണോ ആവിർഭവിക്കുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്, സ്വതേ ഉള്ളതാണ് മായ, പക്ഷെ എപ്പോഴൊക്കെ ആ മായ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, ഗോചര വിഷയമായി തീരുന്നുണ്ടോ, കാണാൻ സാധിക്കുന്നു, അങ്ങനെയാ വരുന്ന സമയത്തൊക്കെ ആ മായയെ പുറത്തേക്ക് എത്തി എന്നുണ്ടെങ്കിൽ, അപ്പോൾ മായയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എങ്ങനെയാണത്? ആവിർഭവതി സാ യഥ, എന്തിനു വേണ്ടിയിട്ടാണ്? ദേവന്മാരുടെ കാര്യങ്ങൾ ഓരോന്നും സാധിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഉൽപ്പന്നേ തദാലോകെ, അപ്പോൾ ആൾക്കാർ ഉൽപ്പന്ന എന്ന് പറയാണ്, ആ മായ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ജനിക്കല്ല, വാസ്തവത്തിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ അവിടെ. വാസ്തവത്തിൽ ജനിക്കലില്ല. എന്താണെന്ന് വെച്ചാൽ ജനിക്കണം എന്നുണ്ടെങ്കിൽ മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ജനിക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഇല്ലാത്തതെല്ലാം മായ എന്നും ഉണ്ട്. അപ്പോൾ പിന്നെ ഉൽപ്പന്ന ഇതി കഥ്യതേ എന്നാണ്. ഉൽപ്പന്നയായി മായ ഉത്ഭവിച്ചു എന്ന് ആൾക്കാർ പറയുന്നു, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉൽപ്പത്തി ഇല്ല എന്നുള്ളതാണ്. ഉൽപ്പന്നേതി തദാലോകേ സാ നിത്യ അപി, ആ മായ നിത്യയാണ്, ജനനമില്ലാത്തവളാണ്. നിത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനമില്ല, മരണമില്ല, അങ്ങനെയുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിലും ഈ ദേവന്മാരുടെ കാര്യസിദ്ധികൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വയം പ്രകാശിക്കും. ആ പ്രകാശിക്കുന്നതിനെയാണ് ഉൽപ്പത്തി എന്ന് ചിലർ പറയണത് എന്നാണ്. യോഗദിതാം യഥാ യഥാ വിഷ്ണുർ ജഗത്യേകാർണവീകൃതേ ആസ്തീര്യ ശേഷം അഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭു. ഇനി ആ ഉൽപ്പത്തി പല വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി വെച്ചാൽ ഉൽപ്പത്തിയല്ല, പക്ഷേ അതിനെ ഉൽപ്പത്തി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അത് ഒന്ന് വിവരിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്.
യോഗനിദ്രാം യഥാ വിഷ്ണു, യഥാ എപ്പോഴാണോ വിഷ്ണു ഭഗവാൻ യോഗനിദ്രയെ ഭജത്, യോഗനിദ്രയെ ഭജിച്ചത്, യോഗനിദ്രയെ സ്വീകരിച്ചു. ആ യോഗനിദ്രയ്ക്ക് ഒരുങ്ങി ഭഗവാൻ എന്നുള്ളതാണ് പ്രളയത്തില്. യോഗനിദ്രാം യഥാ വിഷ്ണു ജഗത്യേകാർണവീകൃതേ, ജഗത്ത് മുഴുവൻ, ഈ ലോകം മുഴുവൻ ഏകാർണവമായി തീർന്നപ്പോൾ, പ്രളയത്തില് ഒരേ ജലം മാത്രമേ ഉള്ളൂ ലോകത്തില് എന്നുള്ളതായിട്ടുള്ള നില വന്നു. ബാക്കിയൊക്കെ ലയിച്ചു എന്നുള്ളതാണ്, ഭഗവാനിൽ ലയിച്ചു. എന്നിട്ട് ലോകത്തിൽ മുഴുവൻ, പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരേ ഒരു അർണവം മാത്രമേ ഉള്ളൂ എന്നായി. സമുദ്രമായിട്ട് ഒറ്റ സമുദ്രമാണ് ജഗത്ത് മുഴുവൻ എന്നുള്ള നില വന്നു. ആ സമയത്ത് ജഗത്ത് ഏകാർണവീകൃതേ, ജഗത്ത് ഏകാർണവമാക്കി തീർത്തപ്പോൾ ആസ്തീര്യ ശേഷം അഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭു. ആസ്തീര്യ ശേഷം, ശേഷനെ ശേഷന്റെ പുറത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ശേഷന്റെ പുറത്ത് വിശ്രമിച്ചിട്ട് എന്നുള്ളതേ ഉള്ളൂ ആസ്തീര്യ. എന്നാൽ കിടന്നിട്ട് എന്നുള്ള അർത്ഥം എടുക്കാം. ഒന്നുകിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്നുള്ള അർത്ഥമാണ് ആസ്തീര്യ എന്നുള്ളതിന്. അപ്പോൾ ആ ശേഷന്റെ പുറത്ത് കിടന്നിട്ട് ആസ്തീര്യ ശേഷം അഭജത്, ശേഷം ആസ്തീര്യ അഭജത് ഭജിച്ചു. എന്ത്? കൽപ്പാന്തേ ഭഗവാൻ പ്രഭു, കൽപ്പാന്തത്തിൽ, കൽപ്പാവസാനത്തിൽ ആ ശേഷനിൽ വിലസിക്കൊണ്ട്, ശേഷനിൽ കിടന്നുകൊണ്ട് ആ ഭഗവാൻ പ്രഭുവായിട്ടുള്ള ആ ഭഗവാൻ കൽപ്പാന്തത്തിൽ ശേഷം അഭജത്, ശേഷനെ ഭജിച്ചു. ആ ശേഷന്റെ പുറത്ത് വിശ്രമിക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥം. കൽപ്പാന്തത്തിൽ വിഷ്ണു ഭഗവാൻ ഏകാർണവമായി തീർന്നു ലോകം മുഴുവൻ. അപ്പോൾ വിഷ്ണു ഒരു ശേഷനാകുന്ന മെത്തയിൽ ശയിച്ചു എന്നാണ്. ആ സമുദ്രത്തിൽ ശേഷനാകുന്ന ശയനത്തിൽ അവിടെ കിടന്ന് മെത്തയിൽ കിടന്ന് ശയിച്ചു എന്നാണ്. ഉറങ്ങി എന്നുള്ളതാണ്. ഉറക്കാണല്ലോ യോഗനിദ്ര എന്ന് പറയുമ്പോൾ. ഇനി തഥാ ദ്വാവസുരവും ഘോരവും വിഖ്യാതവും മധുകൈടഭവും വിഷ്ണുകർണമലോദ്ഭൂതവും ഹന്തും ബ്രഹ്മാണമുദ്യതവും. തഥാ ആ സമയത്ത് ദ്വാവസുരവും, അതായത് വിഷ്ണു ഉറങ്ങി ആ സമയത്ത് എന്നുള്ളതാണ്. വിഷ്ണു ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സമയത്ത് ദ്വൗ അസുരവും, രണ്ടസുരന്മാര്, ഘോരന്മാരായിട്ടുള്ള രണ്ട് അസുരന്മാർ, വിഖ്യാതവും മധുകൈടഭവും, മധു എന്നും കൈടഭൻ എന്നും രണ്ടു പേരിൽ പ്രസിദ്ധരായി തീർന്ന വിഖ്യാതവും, പ്രസിദ്ധരായിരുന്നു ഇവര്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ രണ്ടുപേര്, മധു എന്നും കൈടഭൻ എന്നും പേരുള്ളതായിട്ടുള്ള രണ്ട് അസുരന്മാരും വിഷ്ണു കർണമലോദ്ഭൂതവും. അവരെങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ കർണത്തിലെ മലത്തിൽ നിന്ന്, അതായത് ചെവിക്കാട്ടം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഈ കർണത്തിലെ മലം, കർണത്തിൽ ഉള്ളതായിട്ടുള്ള അഴുക്ക്, അതിൽ നിന്നുണ്ടായതാണ് എന്നാണ്. വിഷ്ണുവിൻ്റെ കർണത്തിൽ നിന്നുണ്ടായ അഴുക്കിൽ നിന്നാണ് ഇവരുടെ ഉൽപ്പത്തി. അങ്ങനെ വിഷ്ണു കർണത്തിൽ നിന്ന് ഉണ്ടായതായ ആ രണ്ട് സഹോദരന്മാരും ദ്വാവസുരവും ഘോരവും വിഖ്യാതവും മധുകൈടഭവും വിഷ്ണു കർണമലോദ്ഭൂതവും, വിഷ്ണുവിൻ്റെ കർണത്തിലുള്ളതായിട്ടുള്ള മലത്തിൽ നിന്ന് ഉദ്ഭൂതവും ഉണ്ടായവരാണ് അവര്. ഹന്തും ബ്രഹ്മാണമുദ്യതവും, എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ ബ്രഹ്മാവിനെ കൊല്ലാൻ അങ്ങോട്ട് തുടങ്ങി ആദ്യം എന്നാണ്. ഹന്തും ബ്രഹ്മാവിനെ വധിക്കുവാനായി ഉദ്യതവും പുറപ്പെട്ടു. അവർ രണ്ടുപേരും ആദ്യം ചെയ്തത് ഭഗവാന്റെ ഇതിൽ നിന്നുണ്ടായ ചെവിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ ഭഗവാനെ തന്നെ വധിക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്തത് എന്നാണ്. ഹന്തും ബ്രഹ്മാണമുദ്യതവും, ബ്രഹ്മാവിനെ വധിക്കാനായിട്ട്, ഞാൻ തെറ്റി പറഞ്ഞു സംശയം, ബ്രഹ്മാവിനെ വധിക്കാനായിട്ട് ഒരുമ്പെട്ടു ഈ മധുകൈടഹന്മാര് എന്നുള്ളതായിട്ടുള്ള ആ രണ്ട് അസുരന്മാർ. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ജഗദംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ജഗദംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ജഗദംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.